ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 3-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 1-ാമത്തെ പാഠമാണ് വിവരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിലൊരു ദുആ കാണാം. അദ്ദുആ. അദ്ഉക യാ റബ്ബി യാ ആലിമൽ ഗൈബി യസ്സിർ വസിദ് ഇൽമി ബിൽഫഹ്മി വൽ അദബി വർഹം അബി ഉമ്മി വഹ്ഫദ്ഹുമാ റബ്ബി വഫ്ഫിഖ് ലി ഉസ്താദി തൈസീറ അബ്വാബി യാ റബ്ബി ജമ്മിൽനി ബിലിസാനിയൽ അറബി അർജുക യാ റബ്ബി തഖ്വാക ഫീ ഖൽബി. അദ്ദർസുൽ അവ്വൽ, 1-ാമത്തെ പാഠം. ഹാദാ ഖലമി. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഇത് എൻ്റെ പേനയാണ്. ഹാദാ ഇത്, ഖലമി എൻ്റെ പേന. ഹാദാ ഖലമി ഇത് എൻ്റെ പേനയാണ്. അന ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ്. അന ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ്. അന്തി ഉഖ്തി നീ എൻ്റെ സഹോദരിയാണ്. അന്തി ഉഖ്തി നീ എൻ്റെ സഹോദരിയാണ്. അനദാരിസത്തുൻ ഞാൻ പഠിക്കുന്നവളാണ്. അനദാരിസത്തുൻ ഞാൻ പഠിക്കുന്നവളാണ്. അന്ത അഖി നീ എൻ്റെ സഹോദരനാണ്. അന്ത അഖി നീ എൻ്റെ സഹോദരനാണ്. ഹാദാ ഖലമി ഇത് എൻ്റെ പേനയാണ്. ഹാദാ ഖലമി ഇത് എൻ്റെ പേനയാണ്. അൽ ഖലമു ഫിൽ ജൈബി പേന കീശയിലാണ്. പേന കീശയിലാണ്. ഹാദിഹി ഹിർറത്തുൻ ഇത് പൂച്ചയാണ്. ഹാദിഹി ഹിർറത്തുൻ ഇത് പൂച്ചയാണ്. അൽ ഹിർറത്തു അല ഷജറത്തി പൂച്ച മരത്തിന്മേലിലാണ്. അൽ ഹിർറത്തു അല ഷജറത്തി പൂച്ച മരത്തിന്മേലിലാണ്. മൻ ഹാദാ ഇത് ആരാണ്. മൻ ഹാദാ ഇത് ആരാണ്. മൻ ഹാദിഹി ഇത് ആരാണ്. മൻ ഹാദിഹി ഇത് ആരാണ്. മൻ ഹാദാ ഇതാരാണ്. ഹാദാ അബി ഇത് എൻ്റെ പിതാവാണ്. ഹാദാ അബി ഇത് എൻ്റെ പിതാവാണ്. മൻ ഹാദിഹി ഇതാരാണ്. ഹാദിഹി ഉമ്മി ഇത് എൻ്റെ ഉമ്മയാണ്. ഇത് എൻ്റെ ഉമ്മയാണ്. മാ ദാലിക ഇതെന്താണ്. മാ ദാലിക അതെന്താണ്. മാ ദാലിക അതെന്താണ്. ദാലിക ദീകുൻ അത് പൂവൻ കോഴിയാണ്. ദാലിക ദീകുൻ അത് പൂവൻ കോഴിയാണ്. മാ തിൽക അതെന്താണ്. മാ തിൽക അതെന്താണ്. തിൽക ദജാജത്തുൻ അത് പിടക്കോഴിയാണ്. തിൽക ദജാജത്തുൻ അത് പിടക്കോഴിയാണ്. ഹാദ എന്നത് പുല്ലിംഗത്തിനും ഹാദിഹി എന്നത് സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കുന്നു. ദാലിക എന്നത് പുല്ലിംഗത്തിനും തിൽക എന്നുള്ളത് സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കുന്നു. ഐനൽ ഹഖീബത്തു ബാഗ് എവിടെയാണ്. ഐനൽ ഹഖീബത്തു ബാഗ് എവിടെയാണ്. അൽ ഹഖീബത്തു അല ത്വാവിലത്തി ബാഗ് മേശയുടെ മേലിലാണ്. അൽ ഹഖീബത്തു അല ത്വാവിലത്തി ബാഗ് മേശയുടെ മുകളിലാണ്. ഐനൽ കിതാബ് കിതാബ് എവിടെയാണ്. പുസ്തകം എവിടെയാണ്. ഐനൽ കിതാബ്
പുസ്തകം എവിടെയാണ്? അൽ കിതാബു ഫിൽ ഹഖീബത്തി. പുസ്തകം ബാഗിലാണ്. പുസ്തകം ബാഗിലാണ്. ഇന്ദി ജവ്വാലുൻ വാഹിദുൻ. എൻ്റെ അടുത്ത് ഒരു മൊബൈൽ ഫോണുണ്ട്. ഇന്ദി ജവ്വാലുൻ വാഹിദുൻ. എൻ്റെ അടുത്ത് ഒരു മൊബൈൽ ഫോണുണ്ട്. ഇന്ദി ഖലമാനി ഇസ്നാനി. എൻ്റെ അടുത്ത് 2 പേനയുണ്ട്. എൻ്റെ അടുത്ത് 2 പേനയുണ്ട്. ഇന്ദി സലാസത്തു കുതുബിൻ. എൻ്റെ അടുത്ത് 3 പുസ്തകങ്ങളുണ്ട്. എൻ്റെ അടുത്ത് 3 പുസ്തകങ്ങളുണ്ട്. വലി അർബഅതു അസ്തിഖാഅ. എനിക്ക് 4 കൂട്ടുകാരുണ്ട്. എനിക്ക് 4 കൂട്ടുകാരുണ്ട്. ഫി മദ്രസത്തി 5 അസാതിദത്തിൻ. എൻ്റെ മദ്രസയിൽ 5 ഉസ്താദുമാരുണ്ട്. എൻ്റെ മദ്രസയിൽ 5 അധ്യാപകരുണ്ട്. ഇന്ദി 6 അഖ്ലാമിൻ. എൻ്റെ അടുത്ത് 6 പേനകളുണ്ട്. എൻ്റെ അടുത്ത് 6 പേനകളുണ്ട്. ഫി സൊഫി 7 ഔലാദിൻ. എൻ്റെ ക്ലാസ്സിൽ 7 കുട്ടികളുണ്ട്. ഫി സൊഫി 7 ഔലാദിൻ. എൻ്റെ ക്ലാസ്സിൽ 7 കുട്ടികൾ അഥവാ ആൺകുട്ടികളുണ്ട്. ഫീഹി 8 കറാസിൻ. എൻ്റെ ക്ലാസ്സിൽ 8 കസേരകളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ 8 കസേരകളുണ്ട്. വലി മദ്രസത്തി 9 അബ്വാബിൻ. എൻ്റെ മദ്രസക്ക് 9 വാതിലുകളുണ്ട്. എൻ്റെ മദ്രസക്ക് 9 വാതിലുകളുണ്ട്. വലഹ 10 ശബാബീക. എൻ്റെ മദ്രസക്ക് 10 ജനലുകളുണ്ട്. എൻ്റെ മദ്രസക്ക് 10 ജനലുകളുണ്ട്. ഇവിടെ വാഹിദ്, ഇസ്നാൻ, സലാസത്തുൻ, അർബഅത്തുൻ, ഖംസത്തു, സിത്തത്തു, സബഅത്തു, സമാനിയത്തു, തിസ്അത്തു, അശറത്തു 1 മുതൽ 10 വരെയുള്ള അറബി എണ്ണത്തിൻ്റെ ഭാഗമാണ് നൽകിയിട്ടുള്ളത്. വാഹിദ് 1, ഇസ്നാനി 2, സലാസത്ത് 3, അർബഅത്ത് 4, ഖംസത്ത് 5, സിത്തത്ത് 6, സബഅത്ത് 7, സമാനിയത്ത് 8, തിസ്അത്ത് 9, അശറത്ത് 10. ഇവിടെ ഓരോ പദത്തിനും അതിൻ്റേതായ യോജിച്ച പദങ്ങളാണ് നൽകിയിട്ടുള്ളത്. വാഹിദ് 1 ജവ്വാലുൻ ഒരു മൊബൈൽ ഫോൺ. ഇസ്നാനി 2 ഖലമാനി ഇസ്നാനി 2 പേന. സലാസത്ത് 3 സലാസത്തു കുതുബിൻ 3 പുസ്തകങ്ങൾ. അർബഅത്ത് 4 അർബഅത്തു അസ്തിഖാ 4 കൂട്ടുകാർ. ഖംസത്ത് 5 ഖംസത്തു അസാതിദത 5 അധ്യാപകർ. സിത്തത്തു അഖ്ലാമിൻ സിത്തത്ത് 6 അഖ്ലാമിൻ പേനകൾ 6 പേനകൾ. സബഅത്ത് 7 സബഅത്ത് ഔലാദിൻ 7 ആൺകുട്ടികൾ. സമാനിയത്ത് 8 കറാസിൻ സമാനിയത്തു കറാസിൻ 8 കസേരകൾ. തിസ്അത്ത് 9 തിസ്അത്തു അബ്വാബിൻ 9 വാതിലുകൾ. അശറത്ത് 10 അശറത്തു ശബാബിക 10 ജനലുകൾ. നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം. നഖ്റഉ നമുക്ക് വായിക്കാം. അന ഞാൻ, അൻത നീ, അൻതി നീ, ഹാദാ ഇത്, ഹാദിഹി ഇത്, ഫീ ഇൽ, അല മേൽ, ദാലിക അത്,
തിൽക്ക അത്, മാ എന്താണ്, മൻ ആരാണ്, ഐന എവിടെ, അബീ എൻ്റെ പിതാവ്, ഖലമീ എൻ്റെ പേന. അടുത്ത ഭാഗം നുക്കമ്മിലു ബിൽ മുനാസിബി യോജിച്ചവ ചേർക്കാം എന്നതാണ്. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് ഹാദിഹി ബക്കറത്തുൻ, ബക്കറത്തുൻ എന്ന പദത്തിനോട് യോജിച്ചത് ഇവിടെ 2 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഹാദ, ഹാദിഹി. ബക്കറത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി എന്ന് നൽകുന്നു. ഹാദിഹി ബക്കറത്തുൻ, ഹാദിഹി ബക്കറത്തുൻ. അടുത്ത ഭാഗം നോക്കാം. സ്വദീഖി എൻ്റെ കൂട്ടുകാരൻ, ഇതിനോട് യോജിച്ചത് ഹാദ എന്നതാണ്. ഹാദ സ്വദീഖി, ഹാദ സ്വദീഖി. ദാരിസത്തുൻ ഇതിനോട് യോജിച്ചത് അൻതി എന്നാണ്. അൻതി ദാരിസത്തുൻ, അൻതി ദാരിസത്തുൻ നീ പഠിക്കുന്നവളാണ്. അടുത്ത ദജാജത്തുൻ ഇതിനോട് യോജിച്ചത് തിൽക്ക എന്നുള്ളതാണ്. തിൽക്ക ദജാജത്തുൻ അത് ദജാജത്താണ് അഥവാ പിടക്കോഴിയാണ്. തിൽക്ക ദജാജത്തുൻ അത് പിടക്കോഴിയാണ്. ദാരിസുൻ ഇതിനോട് ചോദിച്ചത് അന, അന ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ്. അന ദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ്. അടുത്തവ നമുക്ക് നോക്കാം. ഇവിടെ നൽകിയ പദങ്ങളിലേക്ക് മുത്തക്കല്ലിമിൻ്റെ യാ ചേർക്കണം. അഥവാ എൻ്റെ എന്ന് അർത്ഥം വരുന്ന ഒരു യാ, അതിനെയാണ് മുത്തക്കല്ലിമിൻ്റെ യാ എന്ന് പറയുന്നത്. ഈ യാഇനെ ചേർത്തുകൊണ്ട് നമുക്ക് ഉദാഹരണമാക്കാം. ഹാദ അബുൻ ഇത് പിതാവാണ്. ഹാദ അബി ഇത് എൻ്റെ പിതാവാണ്. ഹാദിഹി ഉമ്മുൻ ഇത് ഉമ്മയാണ്. ഹാദിഹി ഉമ്മി ഇത് എൻ്റെ ഉമ്മയാണ്. ദാലിക കിതാബുൻ അത് പുസ്തകമാണ്. ദാലിക കിതാബി അത് എൻ്റെ പുസ്തകമാണ്. തിൽക ഹിറത്തുൻ അത് പൂച്ചയാണ്. തിൽക ഹിറത്തി അത് എൻ്റെ പൂച്ചയാണ്. ഹിയ ഉഖ്തുൻ അവൾ സഹോദരിയാണ്. ഹിയ ഉഖ്തി അവൾ എൻ്റെ സഹോദരിയാണ്. ഹുവ സദീഖുൻ അവൻ കൂട്ടുകാരനാണ്. ഹുവ സദീഖി അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ചില വസ്തുക്കൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ എണ്ണം അക്കത്തിലും അതേപോലെ തന്നെ അക്ഷരത്തിലും എഴുതണം. ആദ്യം കൊടുത്തത് പേനയാണ്. അത് 3 എണ്ണമാണ്. 3നെ എണ്ണത്തിൽ എഴുതാം 3. ഹറൂഫിൽ എഴുതണം സലാസത്തുൻ. അടുത്ത് നമുക്ക് കാണാം തൊട്ടടുത്ത ഭാഗമുള്ളത് 8 എണ്ണമാണ്. 8 എണ്ണത്തിനെ പറയൽ സമാനിയത്തുൻ. 8നെ പറയൽ സമാനിയത്തുൻ. അടുത്തത് 4 എണ്ണമാണ്. 4നെ അറബിയിൽ പറയൽ അർബഅത്തുൻ. അർബഅത്തുൻ. അടുത്ത 9 എണ്ണമാണുള്ളത്. 9നെ അറബിയിൽ പറയൽ തിസ്അത്തുൻ. തിസ്അത്തുൻ. അടുത്ത ഭാഗം 10 എണ്ണമാണുള്ളത്. അതിന് അറബിയിൽ പറയൽ അശറത്തുൻ. അറബിയിൽ പറയൽ അശറത്തുൻ. ശേഷമുള്ള ഭാഗം നമുക്ക് നോക്കാം. ശേഷമുള്ള ഭാഗത്തിൽ നൽകിയിട്ടുള്ളത് നസ്അലു ബിൽ മുനാസിബി യോജിച്ചവ നൽകിക്കൊണ്ട് നമുക്ക് ചോദിക്കാം. ഇവിടെ ഒന്നാമത് നൽകിയിട്ടുള്ളത് അൽ ഹിറത്തു. ഹിറത്തിനോട് യോജിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരു പദമാണ് ഐന. ഐനൽ ഹിറത്തു പൂച്ച എവിടെയാണ്. ഐനൽ ഹിറത്തു പൂച്ച എവിടെയാണ്. അടുത്ത ഹാദ ഇത്. അതിനോട് യോജിച്ചത് മൻ ഹാദ ഇത് ആരാണ്. മൻ ഹാദ ഇത് ആരാണ്. മൂന്നാമത്തെ നോക്കാം. ദാലിക്ക അതിനോട് യോജിച്ചത് മാ ദാലിക്ക അതെന്താണ്. മാ ദാലിക്ക അത് എന്താണ്. അടുത്തത് ഹാദിഹി ഇത്. അതിനോട് യോജിച്ചത് മൻ. മൻ ഹാദിഹി
മൻ ഹാദിഹി, ഇത് ആരാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാനുള്ളത് ഖുർആനിലെ ചില ആയത്തുകളുടെ ഭാഗമാണ്. അതിൽ കളർ നൽകപ്പെട്ട പദത്തെ നമുക്ക് മനസ്സിലാക്കാം. വ അന മിനൽ മുസ്ലിമീൻ, ഇതിൽ അന എന്നത് കളർ നൽകിയ ഒരു പദമാണ്. അന, ഞാൻ. അന, ഞാൻ. അൻതൽ അലീമുൽ ഹക്കീം, അൻത, നീ. അൻത, നീ. ഹാദാ ബയാനുൽ ലിന്നാസ്, ഹാദാ, ഇത്. ഹാദാ, ഇത്. ഐന ശുറകാഉകും, ഐന, ഐന എവിടെ. ഐന എവിടെ. വലാ തഖറബ ഹാദിഹി ഷജറ, ഹാദിഹി ഇത്. ഹാദിഹി ഇത്. വ അലൈഹ വ അലൽ ഫുൽക്കി, അല മേൽ. അല മേൽ. മൻ സല്ലദീ യശ്ഫഉ, മൻ ആരാണ്. മൻ ആരാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ദാലിക്ക അത്. ദാലിക്ക അത്. അൽ ഖാരിഅതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ. ഇവിടെ മാ എന്താണ്, മാ എന്താണ്. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി നന്നായി പഠിക്കുക. അല്ലാഹു നമുക്ക് ഉന്നത വിജയം നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.